ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന അവിലുണ്ടയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം അവിലൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ അവിലാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 2 കപ്പോളം അവിലുണ്ട്. അത് മുഴുവനായിട്ടൊന്ന് വറുത്തെടുക്കാം. ഏത് അവിൽ വേണമെങ്കിലും എടുക്കാം. കട്ടിയുള്ള അവിലാണെങ്കിലും കട്ടിയില്ലാത്ത അവിലാണെങ്കിലും വെള്ള അവിലാണെങ്കിലൊക്കെ എടുക്കാൻ പറ്റും. ഞാൻ ഈ ഒരു പാത്രം നിറയെ അവിലെടുത്തിട്ടുണ്ട്. ഇത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കാം. വറുത്ത് കഴിയുമ്പോൾ ഈ അവിൽ നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടണം. നമ്മൾ കൈകൊണ്ട് തന്നെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ കയ്യിൽ നിന്ന് തന്നെ നല്ല പൊടിഞ്ഞ് കിട്ടുന്ന രീതിയിലാവുമ്പോൾ നമുക്ക് വറുത്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്തെടുക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സാവധാനം വറുത്തെടുക്കുക. കുറച്ച് നേരം വെച്ചിട്ട് തന്നെ അത് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് സമയം വെച്ചിട്ട് തന്നെ അവൽ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അവലൊക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കയ്യിലെടുത്തിട്ട് പൊടിഞ്ഞു വരുന്നുണ്ടോ നോക്കാം. പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടുന്നുണ്ട്. ഇനി അവിൽ ഈ പാത്രത്തിൽ നിന്നും മാറ്റാം. അവിൽ മാറ്റത്തിന് ശേഷം അതേ പാത്രം തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 കപ്പ് തേങ്ങ ചിരകി എടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെറുതായിട്ട് ഈ തേങ്ങയുടെ കളറൊക്കെ മാറി ബ്രൗൺ കളറായി വരുന്നത് വരെ വറുത്തെടുക്കണം. അപ്പോൾ തേങ്ങ ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ കയ്യിലുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതും കൂടി ഒന്ന് വറുത്തെടുക്കണം. നമ്മൾ ഈ അവലുണ്ട വറുത്തുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്നൊന്നും കേടാവില്ല. ഒരു 2-3 ദിവസമൊക്കെ കേടാവാതിരിക്കും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സിറപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. മധുരം നിങ്ങൾക്കനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കുകയാണ്. ഇത് കുറേ സമയം അടുപ്പത്ത് വെച്ചിട്ട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വന്നതിന് ശേഷം ഒന്ന് കട്ടിയായി കിട്ടും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അവിൽ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ അവിൽ കൈകൊണ്ട് നല്ലപോലെ പൊടിച്ചെടുക്കണം. നമുക്കത് അവിൽ ഉണ്ടയാക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ നല്ലപോലെ പൊടിഞ്ഞ് കിട്ടണം. അപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും നട്ട്സും കൂടിയുള്ള മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടി നല്ലപോലെ കൈകൊണ്ട് തന്നെ മിക്സാക്കി എടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ആവശ്യത്തിനനുസരിച്ച് കുറച്ചായിട്ട് ഒഴിച്ചെടുത്താൽ മതി. നല്ലപോലെ മിക്സാക്കി എടുക്കണം. അപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ സ്പൂൺ കൊണ്ട് മിക്സാക്കി എടുക്കുകയാണ്. ഇനി നമുക്ക് ഓരോ ഉരുളകളാക്കി എടുക്കാം. ഇതേപോലെ ഓരോ ഉരുളകളാക്കി എടുക്കാം.
ഇങ്ങനെ ഉരുളകളാക്കി വെക്കണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഏത് രീതിയിലാണ് വേണ്ടത് വെച്ചാൽ അതേ രീതിയിൽ വെക്കാം. ഒന്നും ചെയ്യാതെ സ്പൂൺ കൊണ്ട് കോരി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്